ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ഗോമതിയുടെയും ബാലന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാത്തവര്, അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവര് ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകണം. അപ്പൊ അങ്ങനെ നമ്മുടെ മിത്ര ആര്യനെ വിളിച്ചിട്ട് പറയണോ പറയണ്ടേ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, കോളേജിലെ കാര്യമാണ്, കുഴപ്പമൊന്നുമില്ല ആര്യ, ഏതായാലും ഞാൻ ഇവിടെ വരുമ്പോ പറയാന്ന് പറഞ്ഞു. ആ രാത്രി എങ്ങനെ നേരം വെളുപ്പിച്ചു എന്ന് നമ്മുടെ മിത്രയ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ. തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ മിത്ര കിടക്കുന്നത് കാണിക്കുന്നുണ്ട്. മനസ്സിലാണെങ്കിൽ മിഥുന്റെ ആ ഒരു ഇതൊക്കെയാണ് കേട്ടോ. ഇനിയിപ്പം മറ്റു ഫോട്ടോകൾ എവിടെ എത്തും, ആര്യന്റെ കയ്യിൽ വല്ലതും എത്തിപ്പെടുവോ, അതോ ഇനി മിഥുൻ വൈരാഗ്യത്തിന് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് തന്റെ ജീവിതം തകർക്കുവോ എന്നൊക്കെയുള്ളൊരു ചിന്തയാണ്. അങ്ങനെ നേരം പരപരാ വെളുക്കുന്നു. പരപരാ വെളുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബാലനെ കാണിക്കുകയാണ്. അങ്ങനെ ബാലൻ എണീറ്റ് വന്ന ഉടനെ തന്നെ നമ്മുടെ ഗോമതിയോട് ചോദിക്കുന്നത് അവൻ ഇതുവരെ വന്നില്ല എന്നാ. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, ഇല്ല, ആര്യൻ വന്നില്ലെന്നാ തോന്നുന്നത്. മിത്ര വന്ന കാര്യമൊന്നും പറഞ്ഞില്ല ബാലേട്ടാ. അവനല്ലെങ്കിലും വരില്ല, എനിക്കറിയാം. എടി, ഇന്നേക്ക് ഇതുവരെ ഒരു ചരിത്രം നടന്നിട്ടില്ല ഇവിടെ. ഒരു ദിവസം മുഴുവനും ആര്യനപ്പം മാറി നിന്നിരിക്കുക. അവൻ ആരോട് ചോദിച്ചിട്ടാ ഇതൊക്കെ ചെയ്തത്? എന്നോടൊരു വാക്ക് ചോദിച്ചോ? ഇല്ലല്ലോ. അവനിങ്ങ് വരട്ടെ. നീ തന്നെ അവന് വളം വെച്ച് കൊടുക്കുന്നത്. ഓരോ ന്യായവും കാരണവും ഒക്കെ പറഞ്ഞ് നീയല്ലേ അവന് ഈ കള്ളത്തരമൊക്കെ പഠിപ്പിച്ചത്. അത് പിന്നെ ബാലേട്ടൻ മനസ്സിലാക്കുക. അവനൊരു ജോലിക്ക് പോയതല്ലേ, അവന് ഒരു ഡ്രൈവർ അല്ലേ, അപ്പൊ അതിൻ്റെതായ തിരക്കൊക്കെ കാണുമായിരിക്കും. ഡ്രൈവർ നാണമില്ലേ നിനക്ക്? ഒരു ഡ്രൈവർ എന്ന് പറയാന്, അതിന് ഒരു ഡ്രൈവർ എന്ന് പറയുന്നതിന് ഇപ്പൊ നാണിക്കുന്നത് എന്താ? ഡ്രൈവർമാരും ജോലി ചെയ്യുന്നവരല്ലേ, അതും ജോലിയല്ലേ. ബാലേട്ടനൊന്നും മനസ്സിലാക്കുക. നമ്മുടെ ആത്മസംതൃപ്തിയും കൂടെ നോക്കണ്ടേ നമ്മൾ ജോലി ചെയ്യുമ്പം. ബാലേട്ടൻ ഇപ്പം ഗോമതി സ്റ്റോഴ്സിൽ നിൽക്കുന്നതാ ഇഷ്ടം. അവിടെ നിന്ന് വേറെ എവിടെയെങ്കിലും പിടിച്ച് ബാലേട്ടനെ കൊണ്ടുപോയി ആക്കിയാൽ ബാലേട്ടൻ അത് ഇഷ്ടപ്പെടുവോ? ദേ ഗോമതി, നീ കൂടുതൽ ന്യായീകരിക്കരുത്. ഓരോന്ന് പറഞ്ഞ് ന്യായീകരിച്ച് നീ എൻ്റെ അടുത്ത് വരരുത്. അവനിങ്ങ് വരട്ടെ, അവനിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഒരു പെണ്ണിനെ കൊണ്ടുവന്നിട്ട് അതിനെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് അവൻ പോയിരിക്കുക. അതിനിവിടെ മിത്ര ഒറ്റയ്ക്കല്ലല്ലോ, മിത്രയോടും കൂടെ സമ്മതം ചോദിച്ചിട്ടല്ലേ ആര്യൻ പോയത്. ഇതേ എന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോക്കോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ദേവി വന്നപ്പം ദേവി ഇങ്ങനെ വന്നിട്ട്, ഇവിടെ എന്താ പ്രശ്നം? എന്ത് പറ്റി അമ്മേ? എന്ത് പറ്റി ബാലച്ച? രണ്ടുപേരും കൂടെ വഴക്കുണ്ടാക്കുന്നത്? അപ്പം ഗോമതി പറഞ്ഞു, ഒന്നുമില്ല ദേവി, ഒന്നുമില്ല. അതേ, നിന്റെ അമ്മായിയമ്മയ്ക്കേ നല്ല അടിയുടെ കുറവാ, അത് തന്നെ. അല്ലാതെ പിന്നെ എന്താ പറയാ. പോയിരിക്കല്ലേ ഒരെണ്ണം. വളം വെച്ച് കൊടുക്കാനായിട്ട് ഇവിടെ അമ്മയുണ്ടല്ലോ, പിന്നെ എങ്ങനെയാ ശരിയാവുന്നത്? ആ, അല്ലെങ്കിലും അത് ഞാൻ പറയണമെന്ന് ഓർത്തതാ. ദേ, ആര്യനൊന്നും അറിയില്ല. ആര്യനെ പറഞ്ഞു മനസ്സിലാക്കേണ്ടത് ആരാ? അത് അമ്മയല്ലേ. ബാലച്ചൻ പറഞ്ഞാലോ ആര്യനൊന്നും കേൾക്കുന്നില്ല. അപ്പൊ പിന്നെ അമ്മയും കൂടെ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ പിന്നെ അതെങ്ങനെ ശരിയാകും? അമ്മയ്ക്ക് ആര്യനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ? ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ദേവിക്ക് ആട്ടിമുടി വിറച്ച് കയറി കേട്ടോ. അപ്പോഴത്തേക്കും ബാലൻ പറഞ്ഞു, കണ്ടു കണ്ടില്ലേ, നിന്നേക്കാൾ വെളിവുണ്ട് ഈ നിൽക്കുന്ന വന്നു കയറിയ പെൺകുട്ടിക്ക്. നിനക്ക് വല്ല വെളിവും ഉണ്ടോ? ആദ്യം മക്കളെ സംരക്ഷിക്കാൻ പഠിക്കണം. അതുപോലെ തന്നെ മക്കൾക്ക് സ്നേഹം കൊടുത്ത് വാത്സല്യം കൊടുത്ത് അവരെ തലയിലെടുത്ത് വെക്കുകയല്ലേ ചെയ്യേണ്ടത്, ചൊല്ലി പഠിപ്പിക്കണം. പിന്നെ അത് കേട്ടില്ലെങ്കിൽ തല്ലി തന്നെ പഠിപ്പിക്കണമായിരുന്നു. അതിന്റെ കുറവാ, അല്ലാതെ പിന്നെ എന്താ പറയാ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പോയിട്ടോ നമ്മുടെ ബാലൻ. അപ്പോഴത്തേക്കും നമ്മുടെ ഗോമതി ചോദിച്ചു, ദേവി നിനക്ക് എന്താ ദേവി, നീ എന്തിനാ ഈ വക കാര്യങ്ങളിലൊക്കെ കയറി ഇടപെടുന്നത്? ഷോ, അമ്മ എന്ത് വർത്താനം അമ്മ ഈ പറയുന്നത്? ഈ കുടുംബത്തിൽ ഒരു കാര്യം നടക്കുമ്പം ഞാനല്ലാതെ വേറെ ആരാ കയറി ഇടപെടുന്നത്? ദേ, ഇവിടെ ഉണ്ടല്ലോ, അമ്മയുടെ സ്ഥാനത്ത് തന്നെയല്ലേ എന്നെ എല്ലാവരും കാണേണ്ടത്. ഞാൻ എല്ലാവരുടെയും ഏടത്തി അമ്മയല്ലേ. അപ്പൊ പിന്നെ എനിക്കിത് പറയാനുള്ള വോയിസ് ഇല്ലേ? എന്താ അമ്മ ഈ പറയുന്നത്? ആരും നല്ല രീതിയിൽ ജീവിക്കണമെന്നും നല്ല രീതിയിൽ പോകണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്ന ആളാ ഞാനും. എന്റെ മോനെ പോലെ തന്നെയാ ഞാൻ, സത്യം പറഞ്ഞാല് മോനല്ല, അനിയനെ പോലെ തന്നെയാ സത്യം പറഞ്ഞാൽ ഞാന് അവനെ കാണുന്നത്. അപ്പം അവനെ ഉപദേശിക്കാനും അവനെ നേർവഴിക്കാക്കുവാനും ഉള്ള കടമ എനിക്കില്ലേ? അത് ഞാനങ്ങ് ചെയ്യുന്നു, അത്ര തന്നെ. ഓഹോ, ഇതിപ്പോ എന്തപ്പാ എന്റെ തലയിൽ കിടക്കുന്ന കുറ്റം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവി തിരിഞ്ഞങ്ങ് പോവാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഗോമതി ആണെങ്കിൽ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ചക്കിക്കൊത്ത ചങ്കരിത്തിനെ തന്നെയല്ലേ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. ഇഷ്ടത്തിന് പോയി വിളിച്ചോണ്ട് വന്നതാ. എന്നിട്ട് കണ്ടില്ലേ, ഒരു വലിയ കല്യാണം നടത്തി കേമോ ആക്കിയിട്ട് ഇപ്പം അവള് നിലത്തൊന്നും അല്ല നിൽക്കുന്നത്. എന്റെ വായിന്നൊന്നും കേക്കരുത്. അവള് വലിയ പതിവ്രത വന്നിരിക്കുന്നു. അവളെന്താ ഇവിടുത്തെ വലിയ ആളോ? അവളടുത്ത് രൂപക്കൂട്ടി വെച്ചങ്ങോട്ട് പൂജിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ദേവി അങ്ങോട്ട് പുറത്തോട്ട് അങ്ങ് പോയി കേട്ടോ. ഈ സമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദേവി നേരെ വിളിക്കുകയാണ് ദേവിയുടെ അമ്മേനെ.
അങ്ങനെ ദേവീനെ അമ്മേനെ വിളിച്ചു, മോളെ എന്നാ വിശേഷം എന്നൊക്കെ ചോദിക്കുകയാണ്. ഹണിമൂണിന്റെ കാര്യം എന്തായിന്ന് ചോദിച്ചപ്പോ ആ ഹണിമൂണിന്റെ കാര്യമൊക്കെ അതൊക്കെ ഇങ്ങനെ സാമട്ടിലൊക്കെ നിൽക്കുക, അത് നിനക്ക് കഴിവില്ലാഞ്ഞിട്ടാ സാമട്ട് നിൽക്കുന്നത്. ശോ അമ്മേ ഞാൻ പറയുന്നൊന്ന് കേക്ക്, ഇപ്പൊ അതിനേക്കാളും വലിയ വിഷയം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആര്യനില്ലേ, ആര്യൻ ഇന്നലെ രാത്രി പോയതാ, അവൻ ഇതുവരെ വന്നില്ല. അവൻ എവിടെ പോയതാ? എവിടെ പോയതാണോ എന്തോ, ജോലിക്കാണെന്നോ കൂലിക്കാണെന്നോ ഒക്കെ പറഞ്ഞു പോയത് കണ്ടു. ഏതായാലും ഇതുവരെ എത്തിയിട്ടില്ല. ബാലച്ചനുണ്ടല്ലോ ഭയങ്കര ചൂടില്ല. ഇപ്പം ബാലച്ചനെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൈ പൊള്ളിപ്പോവും, ആ തരത്തിൽ ചൂട് കയറി നിൽക്കുകയാണ്. പിന്നെ ഇത്രയ്ക്കും ചെറിയ വെപ്രാളവും പരവേശമൊക്കെ ഉണ്ട്, പക്ഷെ അവള് പുറത്തത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. എങ്കിലും അമ്മേ അങ്ങനെ പോകാൻ കൊള്ളുവോ? കൊള്ളില്ല, അങ്ങനെ പോകാൻ കൊള്ളില്ല. നീയും സൂക്ഷിച്ചോ. ഇതൊക്കെ കണ്ടിട്ടാ നിന്റെ ഭർത്താവ് ആനന്ദും പഠിക്കാൻ പോകുന്നത്. ഒരാള് കുടുംബത്തിൽ ഇങ്ങനെ രാത്രി പോയി കാണുമ്പോഴത്തേക്കുവേ ആനന്ദിനും അങ്ങനെ പോകാൻ തോന്നും. പിന്നെ ഉണ്ടല്ലോ, ഞാൻ പറയുന്നില്ല, നമ്മൾ ഇപ്പൊ പിടിച്ചതാ, പിന്നെ നമുക്ക് പിടുത്തം കിട്ടില്ല. അതുകൊണ്ട് നിന്റെ ഭർത്താവിനെ നീ വരച്ച വരയിൽ നിർത്തണം. ഇപ്പൊ ആര്യം പോയ പോലെയൊക്കെ നിന്റെ ഭർത്താവ് പോയാലുണ്ടല്ലോ, ഈശ്വരാ എങ്ങോട്ടാ പോകുന്നതെന്ന് പോലും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഒരു ദിവസം പോലും നിന്നെ കാണാതെ അവൻ ഇരിക്കരുത്. ആ ഒരു അവസരത്തില് നീ അവനെ ആക്കിയെടുക്കണം, അല്ലെങ്കിൽ തീർന്നെന്ന് കൂട്ടിക്കൊണ്ടാ മതി. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ പൊട്ടി? അത് പിന്നെ അമ്മേ, ഞാനിപ്പോ ആനന്ദേട്ടനോട് എന്ത് പറയാനാ? ആനന്ദേട്ടൻ അതിന് പോയില്ലല്ലോ. പോയില്ല, ഇതൊക്കെ കണ്ടു പഠിച്ചാ മതി, പോകൂലോ. ഒരാള് വീട്ടിലെ പോകുമ്പോഴാ അടുത്തയാൾക്കും പോകാൻ തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ വരച്ച വരെ നിർത്താൻ നോക്കിക്കോന്ന് പറഞ്ഞു. ഏതായാലും ഈ സമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മിത്രേനെയാണ്. അപ്പം ഇതുവരെ നമ്മുടെ ആര്യൻ എത്തിയില്ല കേട്ടോ. അപ്പൊ ഇങ്ങനെ ഭാവം ഇങ്ങനെ പേടിച്ചൊക്കെ ഇരിക്കുകയാണ്, ഇതുവരെ വരുന്നില്ലല്ലോ എന്നൊക്കെ ഓർത്തിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ മീനൂട്ടി വന്നിട്ട്, എന്തു പറ്റി മിത്ര, ഇതുവരെ ആര്യം വന്നില്ലേ? നീ രാത്രി വിളിച്ചിട്ട് ഫോണൊക്കെ എടുത്തായിരുന്നോ? അതെ, അച്ഛൻ ഭയങ്കര ചൂടിലാന്നാ തോന്നുന്നത്. അത് പിന്നെ ഇതുവരെ ഇതുവരെ ആര്യം വന്നില്ല. അല്ല, നിനക്ക് എന്തു പറ്റി? എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടല്ലോ, നിനക്ക് എന്തൊക്കെയോ പ്രശ്നമുണ്ട് മീനു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്നോട് പറയണം കേട്ടോ. അല്ലാതെ നീ ഇത് മനസ്സിൽ കൊണ്ടുവച്ച് നടക്കരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ. നിനക്ക് അവിടെ ഇവിടെ നിൽക്കുമ്പോൾ ഞെട്ടുന്നു, ആരെങ്കിലും വിളിക്കുമ്പോൾ പേടിക്കുന്നു, എന്തോ ഉണ്ട്. എന്താ, എന്തെങ്കിലും വലിയ കാര്യമായിട്ടുണ്ടോ? അത് പിന്നെ ചേച്ചി ഞാന് നീ ഇപ്പൊ എന്നോടൊന്നും പറയണ്ട, ഞാൻ പറഞ്ഞേക്കാം. ഇനി എപ്പോഴെങ്കിലും എന്നോട് പറയാൻ തോന്നുവാണെങ്കിൽ പറഞ്ഞേക്കണം. പിന്നെ ആര്യനെ ഇങ്ങനെയൊക്കെ പോകുന്നതിൽ നീ പേടിക്കാനൊന്നുമില്ല. അവന് ഇഷ്ടമുള്ള ജോലിയല്ലേ അവൻ ചെയ്യുന്നത്, അവൻ ഇഷ്ടമുള്ള ജോലി അവൻ ചെയ്യട്ടെ. അതല്ല മീനാക്ഷി ചേച്ചി, ഞാൻ ഓർക്കുന്നത് ഞാൻ കാരണമല്ലേ ഇങ്ങനെയൊക്കെ. എന്ത് കാരണം? നീ കാരണമാണെന്നൊന്നും നീ ചിന്തിക്കേണ്ട. അവൻ ഇഷ്ടമുള്ള ജോലി അവൻ ചെയ്യുന്നു, അല്ലെങ്കിലും കുറച്ച് കഷ്ടപ്പെട്ട് ജീവിക്കുമ്പോഴേ അത് ജീവിതത്തിന് ഒരു സുഖം ഉണ്ടാവത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയാം. ഇത് കഴിഞ്ഞ് ഏതായാലും നമ്മുടെ ആര്യൻ ബൈക്കിലിങ്ങ് വരികയാണ് കേട്ടോ. ബൈക്കിൽ ആര്യം വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മിത്രയ്ക്ക് സ്വർഗം കിട്ടിയ സന്തോഷം അല്ലെങ്കിലും ഭർത്താക്കന്മാരെവിടെയും പോയിട്ട് നമുക്ക് തിരിച്ചു വരുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന, ഒരു ദിവസം കാണാൻ നിന്നപ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം, ആ ഒരു സന്തോഷത്തോടു കൂടി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ ഗോമതി ഓടി ചെല്ലുക. ഗോമതി ഓടി ചെന്നതും ബാലൻ ചോദിച്ചു എങ്ങോട്ടാന്ന് ചോദിച്ചു. അത് പിന്നെ ബാലേട്ടാ, ആര്യൻ ആര്യൻ വന്ന് അതിനെന്താ പ്രത്യേകത ഇരിക്കുന്നത്? അവൻ തെണ്ടി തിരിഞ്ഞിട്ട് വന്നിട്ട് നീ എന്തിനാ ഈ ഓടുന്നത്? അവൻ തെണ്ടി തിരിഞ്ഞിട്ടൊന്നും അല്ലല്ലോ, അവൻ ജോലിക്ക് പോയിട്ട് വന്നതല്ലേ. ദേ, നീ എന്നോട് കൂടുതലൊന്നും പറയരുതേ. പറഞ്ഞു ഞാൻ അവനെ വഷളാക്കുന്നത് നീയാണെന്ന്. ഇനി ഇതിനെക്കുറിച്ച് ഇവിടെ മിണ്ടിപ്പോകരുത്. അവൻ ഇങ്ങോട്ട് കേറി വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലൻ നിൽക്കുകയാണ് കേട്ടോ. ഏതായാലും ബാലൻ അതും ഇതുമൊക്കെ നമ്മുടെ ആര്യനെ പറയുന്നുണ്ട്, ആര്യനും തിരിച്ചു പറയുന്നുണ്ട്. പക്ഷെ ആര്യന് നമ്മുടെ ബാലനോട് സ്നേഹമുണ്ടല്ലോ, ബാലന് ആര്യനോട് സ്നേഹമുണ്ട്, അത് വേറെ കാര്യം. ഇപ്പൊ എല്ലാവരുടെയും ക്യാരക്ടർ ഒരുപോലെ ആകണമെന്നില്ല. കുറച്ച് ഇങ്ങനെ മുരട് പിടിച്ചൊരു ക്യാരക്ടറാണ് നമ്മുടെ ബാലന്റെ. അത് ഉള്ളിൽ സ്നേഹമില്ലാഞ്ഞിട്ടൊന്നും അല്ല, അത് പ്രകടിപ്പിക്കാൻ അറിയത്തില്ല, ചിലവരങ്ങനെയാണല്ലോ. അപ്പൊ ഏതായാലും സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ്, അത് പ്രകടിപ്പിക്കുക തന്നെ ചെയ്യണം. അല്ലാതെ പിന്നെ ചത്ത് കഴിഞ്ഞിട്ട് പ്രകടിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ അല്ലെ. അപ്പൊ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത്. മിസ് ചെയ്ത് കളയരുത് കേട്ടോ. നമ്മൾ എന്നും രാവിലെ ഒരു 9:30 കൂടി നമ്മൾ ഫുൾ വിശേഷം ഇടാറുണ്ട്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. അതുപോലത്തെ നയനുടെയും ആദർശിന്റെയും അപ്കമിങ് വിശേഷങ്ങൾ നമ്മൾ ഈ ചാനലിൽ തന്നെയാണ് ഇടുന്നത്. പിന്നെ നയനുടെയും ആദർശിന്റെയും അതുപോലെ തന്നെ രേവതിയുടെയും സച്ചിയുടെയും ഒറിജിനൽ വിശേഷവും പ്രമോ വിശേഷവും നമ്മൾ ജിൽ ജിൽ ചിന്നുവിലാണ് ഇടുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി നോക്കുക, കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്. ലൈക്ക് ചെയ്തിട്ട് പോണേ.